ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ വലിയൊരു പുതിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജലജ അടിമുടി മാറിയിരിക്കുകയാണ്. ജലജയ്ക്ക് പകരമായിട്ട് നമുക്കിനി കാണാൻ വേണ്ടി സാധിക്കുന്നത് പത്തരമാറ്റിൽ മുമ്പുണ്ടായിരുന്ന ചന്ദ്രമതിനെ ഓർമ്മയുണ്ടോ? തകർത്തഭിനയിച്ച ചന്ദ്രമതിനെ. അതെ, ആ ഒരു പഴയ ചന്ദ്രമതിയാണ് ഇനി മുതൽ നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ജലജയായിട്ട് വരാമാണത് പോകുന്നത് കേട്ടോ. അത് പഴയ സ്റ്റൈലിലൊന്നുമല്ല, മുടിയൊക്കെ ബോബ് കട്ടൊക്കെ വെട്ടി പുതിയൊരു സ്റ്റൈലിലാണ് വരുന്നത്. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ ജലജ ഇനി കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ പോവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പഴയ നമ്മുടെ ജലജ ചേച്ചിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവായിരിക്കാം. വേറെ എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്താണെന്ന് അറിയില്ല. എന്തായാലും പുതിയ ജലജയാണ് ഇനി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് തിങ്കളാഴ്ച മുതൽ. അങ്ങനെ നമ്മുടെ അനിക്ക് ആഗ്രഹിച്ച പോലെ തന്നെ വിവാഹമോചനം കിട്ടിയിരിക്കുകയാണ്. അനാമിക ഇപ്പൊ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കിട്ടുമെന്നൊക്കെ വെച്ചിട്ട് പാവം ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും കോടതിയിൽ നവീൻ വക്കീൽ അനാമികനെ വളച്ചൊടിച്ച് കയ്യിൽ കൊടുത്തു. ജഡ്ജിക്ക് പോലും നാണക്കേടായി പോയിട്ടോ. ജഡ്ജി പറയണ്ട, നാണക്കേട്, പെൺവർഗത്തിന് തന്നെ നാണക്കേടാണല്ലോ നിന്നെ പോലത്തെ ഒരു പെണ്ണ് എന്ന് പറയാണ്. നീയൊക്കെ എന്താ വിചാരിച്ചത്? ഒരു പെണ്ണായതുകൊണ്ട് നീതി നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നോ? ഒരിക്കലും ഇല്ല. അതൊക്കെ പണ്ട്, ഇപ്പോഴത്തെ കാലം വേറെയാണ് എന്നൊക്കെ പറയണം. അങ്ങനെ അനാമികയുടെ ഇപ്പോഴത്തെ കാമുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയണ്ട. എന്നിട്ട് തെളിവുകളെല്ലാം തന്നെ കാണിച്ചെടുക്കാണ്. പിന്നീട് അനാമികക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അങ്ങനെ അനാമിക തന്നെയാണ് തെറ്റുകാരി എന്ന് കോടതിക്ക് മനസ്സിലാവാണ്. അങ്ങനെ കോടതി പറയേണ്ട, ഈ അനാമികയിൽ നിന്നും ഞങ്ങൾ അനീനെ മോചിപ്പിച്ചു കൊടുക്കാണ്. അതായത് ഇനി മുതൽ നിങ്ങൾ രണ്ടും രണ്ട് വ്യക്തികളാണ്. നിങ്ങൾക്കുള്ള വിവാഹമോചനം അത് നടന്നിരിക്കുന്നു എന്ന് പറയാണ്. അയ്യോ, അപ്പോഴേക്കും വേഗം തന്നെ അനാമികയുടെ അച്ഛൻ എഴുന്നേറ്റ്, അയ്യോ എൻ്റെ മോൾക്ക് നഷ്ടപരിഹാരം, സത്യം പറഞ്ഞാൽ നിങ്ങൾ വേണം അനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും പിന്നെ അയാളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ കോടതിയിൽ നമ്മുടെ അനിക്ക് വിവാഹമോചനം കിട്ടി സന്തോഷത്തോടെ അനി പുറത്തേക്ക് ഇറങ്ങാണ്. അനാമികനെ കണ്ട് രണ്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഇനി നീ നോക്കിക്കോടി, എൻ്റെയും അതുപോലെ തന്നെ നന്ദുവിൻ്റെ വിവാഹത്തിന് ഞാൻ നിന്നെ വിളിക്കും, അപ്പോൾ നീ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് സ്ലോ മോഷനിൽ അനി നടന്നു പോകുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മുടെ ഭയങ്കര ആഘോഷമാണ് എല്ലാവരും കേട്ടോ. കാണാൻ അനാമികയായിട്ടുള്ള വിവാഹമോചനം നടന്നല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ അവന്തിക കാണട്ടോ. അപ്പോൾ അവന്തിക മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ ദേ വിവാഹമോചനമൊക്കെ കഴിഞ്ഞു, ഇനി ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി വിവാഹ നിശ്ചയം നടത്താൻ പോണ സമയത്ത് നന്ദുവോ പോലീസുകാരോ ആരും ഇവിടേക്ക് വരാനും പോകുന്നില്ല കേസായിട്ട്. കാരണം അനിയേട്ടൻ ഇപ്പോൾ ഫ്രീ അല്ലേ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം ഒന്നും കൂടി ആലോചിച്ചൂടെ? അല്ലെങ്കിൽ വേണ്ട, വിവാഹ നിശ്ചയമൊന്നും വേണ്ട, ഡയറക്റ്റ് വിവാഹം ആയാലോ? മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ ഇനി അതെല്ലാം ആലോചിച്ചിട്ട് മതി. കാരണം അനിയുടെ ഇഷ്ടം കൂടി നോക്കണം. അറിയാലോ അവൻ്റെ ആദ്യത്തെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു എന്ന്. കഷ്ടപ്പെട്ട് ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവൻ ഇപ്പോൾ കോടതി വിവാഹമോചനം കൊടുത്തത്. അപ്പോൾ അവൻ്റെ ഒരു താല്പര്യം കൂടി അറിയട്ടെ മോളെ. അല്ലാതെ ഇനിയിപ്പോൾ അവൻ്റെ തലയിലേക്ക് അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും അവന്തികനെ കൈവിടുന്നുണ്ട് കേട്ടോ. അവന്തികക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അവന്തിക വേഗം ഫോൺ എടുത്തിട്ട് നമ്മുടെ ജലജനെ വിളിക്കുകയാണ്. അമ്മ ഇത് എവിടെയാ? അമ്മ ഒരു തെണ്ടി നടന്നോ? ഇവിടെ എൻ്റെ കുടുംബജീവിതം നശിയാൻ വേണ്ടി പോവാ. എനിക്ക് അനിയേട്ടനെ കിട്ടാനുള്ള ഒരു ഇതും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പം മുത്തശ്ശനും കാല് മാറി. അനിയേട്ടൻ്റെ ഇഷ്ടം എന്താണ് അത് നടത്തി കൊടുക്കുന്ന മുത്തശ്ശൻ പറയണത്. അനിയേട്ടൻ്റെ ഇഷ്ടം എന്താന്ന് അമ്മക്കറിയില്ലേ? ആ നന്ദു, അവൾ ഇവിടെ മിക്കവാറും കയറി വരും. എൻ്റെ ജീവിതം പോയി, എന്നെ കെട്ടാൻ ആരും വരില്ല. എൻ്റെ കണ്ട സ്വപ്നങ്ങളൊക്കെ പോയി. നീ എന്താ മോളെ പറയണത്? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ. ഞാൻ അവിടെ വരുവാണ്. ഇന്ന് തന്നെ അവിടേക്ക് എത്തുവാണ്. എൻ്റെ മോളുടെ കണ്ണീര് കണ്ട് ആരും അവിടെ രസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഫോൺ വെക്കാണ്. പിന്നീട് ജലജ വരുന്നത് പുതിയ ഭാവത്തിലാണ് കേട്ടോ. ജലജ വന്നിട്ട് ചോദിക്കേണ്ടത്, അച്ഛൻ എന്ത് ക്രൂരതയാണ് അച്ഛാ എൻ്റെ മകളോട് ചെയ്തത്? അനീനെ കൊണ്ട് അവളെ കെട്ടിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനിപ്പോ വാക്ക് മാറ്റിയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ വിവാഹം നടത്തി കൊടുക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. അനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിന് വേറെ നോക്കാം. പിന്നെ അവന്തികക്ക് വേറെ നല്ല ആലോചനയ്ക്ക് വരുമല്ലോ. അവളുടെ വിവാഹം ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ അനിയുടെ കാര്യം അങ്ങനെയാണോ? എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ രണ്ടാം ഘട്ടമായിട്ട് തന്നെയാണ് ആളുകൾ കാണുള്ളൂ. അതുകൊണ്ട് അനിയുടെ കാര്യത്തിൽ കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷെ അവന്തികയുടെ കാര്യത്തിൽ അതില്ലല്ലോ. അവന്തികക്ക് നല്ലൊരു പയ്യനെ, സാമ്പത്തിക സ്ഥിതി, പഠിപ്പും വിവരവും അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ള പയ്യനെ ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തോളാം. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട എന്ന് മുത്തശ്ശൻ കറക്റ്റ് മറുപടി ജലജക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നാഗേന്ദ്രനെ തന്റെ മക്കളെ കാണാൻ പറ്റാതെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നാഗേന്ദ്രൻ
വേഗം തന്നെ അബിയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. എത്ര നാളായി എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ ഔട്ട് ഹൗസിലേക്കൊന്ന് വാ, വരുമ്പോൾ അവന്തികേനെയും കൂടി കൂട്ടണം എന്ന് നാഗേന്ദ്രൻ പറയാണ്. ഇതെല്ലാം തന്നെ ജലജ കേൾക്കുന്നുണ്ട്. ഓഹോ, അപ്പം എൻ്റെ മക്കൾക്ക് അയാളായിട്ട് ബന്ധമുണ്ടല്ലേ. ഇനി അയാൾ സത്യങ്ങളൊക്കെ എൻ്റെ മക്കളോട് പറയോ? അതോടെ എല്ലാം തീർന്നു. എന്തായാലും ഈ കാര്യം ജാനകി എടുത്ത് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ജലജ ജാനകി എടുത്ത് പറയുന്നുണ്ട്. അതെ ജാനകി എടുത്തേ, നമുക്ക് പണി കിട്ടാൻ പോവാണെന്നാ തോന്നണത്. പണിയോ? എന്ത് പണി? 10-23 വർഷം മുമ്പ് നമ്മൾ ഞാനും ജാനകിയെടുത്തിയും അതുപോലെ തന്നെ അജയൻ ചേട്ടനും കൂടിയിട്ട് ചേർന്നിട്ട് ഒരാളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയില്ലേ? അയാൾ ചെയ്യാത്ത തെറ്റി തലയിലെടുത്ത് വെച്ചിട്ട് ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയത് ഓർമ്മയുണ്ടോ? നാഗേന്ദ്രനാ. അയാളിപ്പോ വീണ്ടും എൻ്റെ മക്കളായിട്ട് അടുക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ജാനകി. നിങ്ങളൊന്നും ചെയ്യണ്ട. അയാൾ എൻ്റെ മക്കളായിട്ട് അടുത്ത് എന്താ സംഭവിക്കാന്ന് അറിയാലോ. അയാൾ പഴയ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളോട് പറയും. അപ്പോൾ ഞാൻ മാത്രമല്ല കുടുങ്ങാൻ പോണത്, ജാനകി എടുത്തിയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ അജയനും കുടുങ്ങും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ശരിയാ, ഞാൻ ആ നെക്ലസ് അടിച്ചു മാറ്റിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അതിനേക്കാളും വലിയ തെറ്റാ നിങ്ങൾ ചെയ്തത്. നിങ്ങൾ എത്രമാത്രം പൈസയാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും ഈ വീട്ടിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയത്. എന്നിട്ട് അതെല്ലാം തന്നെ നാഗേന്ദ്രൻ്റെ തലയിലേക്ക് ഇട്ട് വെച്ചില്ലേ? അപ്പോൾ നാഗേന്ദ്രന് എന്തുമാത്രം ദേഷ്യം എന്നോടുണ്ടോ അത്രമാത്രം ദേഷ്യം നിങ്ങളോടും ഉണ്ട്. നാഗേന്ദ്രൻ എങ്ങാനും ഈ വീട്ടിൽ കയറി വരേണ്ട അവസ്ഥ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ആദ്യം പൊക്കാൻ പോകുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. ഇപ്പോഴാണെങ്കിലോ ആ നയനയും ആദർശം കൂടി നാഗേന്ദ്രൻ ചെയ്ത തെറ്റെന്താണ്, അയാൾ നിരപരാധിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങാനും അവർ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നയനയും ആദർശം തന്നെ നാഗേന്ദ്രനെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരും. പിന്നെ സത്യങ്ങളോട് സത്യങ്ങൾ തെളിയിക്കലായിരിക്കും. അറിയാലോ നയനയുടെയും ആദർശിന്റെ സ്വഭാവം. നാഗേന്ദ്രൻ നിഷ്കളങ്കനാണ്, നാഗേന്ദ്രൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് കൊണ്ട് തെളിവുകൾ അങ്ങോട്ട് നിരത്തി കഴിയുമ്പോഴേക്കും പിന്നെ ഞാനും നീയും ചേട്ടനും 3 പേരും ഈ തറവാട്ടിൽ നിന്ന് ഔട്ട്. അതുകൊണ്ട് നാഗേന്ദ്രനെ പിടിച്ചു നിർത്തേണ്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നാഗേന്ദ്രൻ എല്ലാ സത്യങ്ങളും എല്ലാം അവരോട് തുറന്നു പറയും. പിന്നെ നമ്മൾ 3 പേരും ഇത്രയും നാൾ ചെയ്ത് കൂട്ടി ഇതൊക്കെ വെറുതെ ആയിപ്പോവും. അത് നീ പറഞ്ഞത് ശരിയാണല്ലോ ജലജെ. ഞാനിതെന്തായാലും അജയേട്ടനോട് പറയട്ടെ, അജയേട്ടൻ്റെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് എന്താ ചെയ്യാം എന്ന് നമ്മുടെ ജാനകിയും പറയാണ്. അങ്ങനെ അജയനോട് ഈ കാര്യം പറയുമ്പോൾ അജയൻ പറഞ്ഞു, ഓഹോ അപ്പം അവൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് ആ നാഗേന്ദ്രനല്ലേ. അവൻ സത്യങ്ങൾ പറയാണ്ട് അവൻ ജീവനോടെ വേണ്ടേ? അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഇത്രയും നാള് പാവമായിട്ടിരുന്ന നമ്മുടെ പാവം അജയൻ ചെറിയച്ചൻ ഇനി മുതൽ വില്ലനായി മാറാൻ പോകുന്ന ഭാഗമാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പാവം വില്ലനാക്കാനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അവസാനം എപ്പോഴേക്കും പാവത്തിനെ പിടിച്ച് വില്ലനാക്കി. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.